നമസ്കാരം. 2-3 ആഴ്ചകൾക്ക് മുന്നേ രണ്ടാമത്തെ മൾട്ടിബാഗർ സെക്ടറിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് ആയിരുന്നു ആ തീം. ഇതിലെ ഒന്നാമത്തെ മൾട്ടിബാഗർ പിക്ക് നവകർ കോർപ്പറേഷൻ എന്ന കമ്പനിയായിരുന്നു. ആ കമ്പനിയെ പറ്റിയായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്തത്. 93 രൂപയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത നവകർ കോർപ്പറേഷൻ ഇപ്പോൾ ഉള്ളത് 120 രൂപയിലാണ്. ഈ തീമിൽ നിന്നും ഇനിയും മൾട്ടിബാഗർ സ്റ്റോക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യും എന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സ്റ്റോക്കും ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് തീമുമായി ബന്ധപ്പെട്ടതാണ്. മാത്രമല്ല ഈ സ്റ്റോക്ക് റെയിൽവേയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു മൾട്ടിബാഗർ ആവാനുള്ള എല്ലാ ലക്ഷണങ്ങളും ഇതിനുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. സ്റ്റോക്കുകൾ വാങ്ങുന്നതിന് മുന്നേ നിങ്ങളുടേതായ റിസർച്ചുകൾ നടത്തുക. ഞാനൊരു രജിസ്റ്റേർഡ് മ്യൂച്വൽ ഫണ്ട് അഡ്വൈസർ ആണ്. നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്നെ ബന്ധപ്പെടുക. ഇതാണ് എൻ്റെ കോൺടാക്ട് നമ്പർ. നമ്മുടെ ചാനലിന്റെ നിരവധി പ്രേക്ഷകർ മ്യൂച്വൽ ഫണ്ടുകൾക്കായി എന്നെ ബന്ധപ്പെടാറുണ്ട്. മ്യൂച്വൽ ഫണ്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുമുണ്ട്. നിങ്ങൾക്കും സ്റ്റാർട്ട് ചെയ്യാം. ഒരു ലോങ് ടേം ഗോൾ സെറ്റ് ചെയ്തതിനു ശേഷമായിരിക്കണം മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നും ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മൾട്ടിബാഗർ കാൻഡിഡേറ്റിന്റെ പേര് ജുപ്പിറ്റർ വാഗൺസ് എന്നാണ്. 13,824 കോടി രൂപ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഒരു കമ്പനിയാണ് ജുപ്പിറ്റർ വാഗൺസ്. ജുപ്പിറ്റർ വാഗൺസിന്റെ പ്രധാന പ്രോഡക്റ്റ് ഗുഡ്സ് ട്രെയിനുകളുടെ വാഗണുകൾ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക്സ് സെക്ടറുമായി ജുപ്പിറ്റർ വാഗൺസ് ബന്ധപ്പെട്ടിരിക്കുന്നു. ജുപ്പിറ്റർ വാഗൺസ് എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്? പേര് കേൾക്കുമ്പോഴേ അറിയാം, റെയിൽവേ വാഗണുകൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ജുപ്പിറ്റർ വാഗൺസ്, അല്ലേ? എന്നാൽ അങ്ങനെയല്ല. ജുപ്പിറ്റർ വാഗണിന്റെ ബിസിനസ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും എന്നൊക്കെ പറയുന്നത് പോലെ എനിക്കും വളരെ സർപ്രൈസിംഗ് ആയിരുന്നു ജുപ്പിറ്റർ വാഗണിന്റെ ബിസിനസ്സുകളെ പറ്റി കൂടുതൽ പഠിച്ചപ്പോൾ. 120 ലെവലിൽ നിന്നും 400 ലെവലിലേക്ക് പറന്നിട്ടും എന്തുകൊണ്ട് ഇതിനെപ്പറ്റി പഠിച്ചില്ല എന്നൊരു ദുഃഖം മാത്രമാണ് എൻ്റെ മനസ്സിൽ. പിന്നെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്നുള്ളത് മാത്രമാണ് ഒരു ആശ്വാസം. അപ്പോൾ നമുക്ക് ജുപ്പിറ്റർ വാഗണെ പറ്റി കൂടുതൽ പഠിക്കാം. ജുപ്പിറ്റർ വാഗൺസ് നമ്മൾ കരുതുന്നത് പോലെ റെയിൽവേക്ക് വേണ്ടി വാഗണുകൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനി മാത്രമല്ല. ജുപ്പിറ്റർ വാഗണിന്റെ ബിസിനസിനെ നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്ന്, റെയിൽ മൊബിലിറ്റി ബിസിനസ്. 2, റോഡ് ആൻഡ് മൾട്ടി മോഡൽ മൊബിലിറ്റി. നമുക്ക് ആദ്യം റെയിൽ മൊബിലിറ്റി ബിസിനസിനെ പറ്റി നോക്കാം. ഇന്ത്യൻ റെയിൽവേക്ക് വേണ്ടി വാഗണുകൾ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ സപ്ലയേഴ്സിൽ ഒന്നാണ് ജുപ്പിറ്റർ വാഗൺസ്. വാഗൺസ് എന്ന് പറയുമ്പോൾ എല്ലാ വാഗണുകളും ഒരേപോലെ ആവില്ല. അരിയും ഗോതമ്പും കൊണ്ടുപോകുന്ന വാഗൺസ് കാറുകളും ട്രക്കുകളും കൊണ്ടുപോകുന്ന വാഗണുകളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ വാഗണിന്റെ ഡിസൈൻ കൊണ്ടുപോകുന്ന സാധനങ്ങൾക്ക് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ജുപ്പിറ്റർ ഡിസൈൻ ചെയ്ത് മാനുഫാക്ചർ ചെയ്യുന്ന വാഗണുകൾ ഏതെല്ലാം എന്ന് നോക്കാം. ഓപ്പൺ വാഗൺസ്, കവേർഡ് വാഗൺസ്, കണ്ടെയ്നർ കാരിയർ വാഗൺസ്, സിമെന്റ് വാഗൺസ്, കാർ കാരിയർ വാഗൺസ്, കോയിൽ കാരിയർ വാഗൺസ് എന്നിങ്ങനെയാണ് വാഗൺസിന്റെ കാറ്റഗറികൾ. ജുപ്പിറ്ററിന്റെ അടുത്ത ബിസിനസ് സെഗ്മെന്റ് ആണ് ട്രാക്ക് സൊല്യൂഷൻസ്. അതായത് റെയിൽവേ ട്രാക്കുകൾക്ക് ആവശ്യമായ കോമ്പണന്റുകൾ ജുപ്പിറ്റർ ഇന്ത്യൻ റെയിൽവേക്കായി നിർമ്മിച്ചു നൽകുന്നു. എന്തെല്ലാമാണെന്ന് നോക്കാം. ഒന്ന്, CMS ക്രോസിംഗ്സ് ഫോർ ഇന്ത്യൻ റെയിൽവേസ്. ഇവിടെ ക്രോസിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് 2 പാളങ്ങൾ തമ്മിലുള്ള ക്രോസിംഗ് ആണ്. 2 റെയിൽവേ പാളങ്ങൾ തമ്മിലുള്ള ക്രോസിംഗ്. ഈ ചിത്രത്തിൽ കാണുന്നതാണ് CMS ക്രോസിംഗ്സ് എന്ന കാസ്റ്റ് മാംഗനീസ് സ്റ്റീൽ. ഇന്ത്യൻ റെയിൽവേക്ക് വേണ്ടിയും ഡയറക്റ്റ് ഫ്രൈറ്റ് കോറിഡോറുകൾക്ക് വേണ്ടിയുമുള്ള CMS ക്രോസിംഗുകളും ജുപ്പിറ്റർ മാനുഫാക്ചർ ചെയ്യുന്നു. ഡയറക്റ്റ് ഫ്രൈറ്റ് കോറിഡോറുകൾ എന്താണെന്ന് അറിയാൻ നമ്മുടെ RVNL വീഡിയോയോ നവകർ കോർപ്പറേഷന്റെ വീഡിയോയോ കാണുക. അടുത്തത് എക്സ്പ്ലോഷൻ ഹാർഡനബിൾ CMS ക്രോസിംഗ്സ് ആണ്. നോർത്ത് അമേരിക്കൻ റെയിൽവേക്ക് വേണ്ടി മാംഗനീസ് കണ്ടന്റ് ഉയർന്ന അളവിലുള്ള CMS ക്രോസിംഗ്സ് ആണത്. നോർത്ത് അമേരിക്കൻ റെയിൽവേക്ക് വേണ്ടിയാണ് ഇത് നിർമ്മിക്കുന്നത്. അടുത്തത് വെൽഡബിൾ CMS ക്രോസിംഗ്സ് ഫോർ യൂറോപ്യൻ റെയിൽവേസ് ആണ്. അപ്പോൾ ഇന്ത്യൻ റെയിൽവേക്ക് വേണ്ടി മാത്രമല്ല ജുപ്പിറ്റർ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലായില്ലേ? അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും ജുപ്പിറ്റർ പ്രോഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജുപ്പിറ്റർ ഒരു ചെറിയ മീനല്ല എന്ന് ഇപ്പോൾ മനസ്സിലായി തുടങ്ങിയല്ലേ? ജുപ്പിറ്ററിന്റെ അടുത്ത പ്രോഡക്റ്റ് കാറ്റഗറി വാഗണുകൾക്ക് വേണ്ടിയും പാസഞ്ചർ കോച്ചുകൾക്ക് വേണ്ടിയുമുള്ള ആക്സസറീസ് ആണ്. വാഗൺ ട്രെയിനുകൾക്ക് വേണ്ടിയുള്ള അലോയ് സ്റ്റീൽ കാസ്റ്റ് ബോഗികൾ, എഞ്ചിനെയും ബോഗികൾ തമ്മിലും ബന്ധിപ്പിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഇത്. ഹൈ കപ്പാസിറ്റി ഡ്രാഫ്റ്റ് ഗിയറുകളും ഗുഡ്സ് ട്രെയിനുകൾക്കായി ജുപ്പിറ്റർ മാനുഫാക്ചർ ചെയ്യുന്നു. പാസഞ്ചർ കോച്ചുകൾക്ക് വേണ്ടി ജുപ്പിറ്റർ ഉണ്ടാക്കുന്നത് ഫാബ്രിക്കേറ്റഡ് ബോഗീസ്, ബാലൻസ്ഡ് ഡ്രാഫ്റ്റ് ഗിയേഴ്സ്, ആക്സൽ മൗണ്ടഡ് ഡിസ്ക് ബ്രേക്ക് സിസ്റ്റം, ബ്രേക്ക് ഡിസ്ക് ആൻഡ് സ്പ്ലിറ്റ് ബ്രേക്ക് ഡിസ്ക് എന്നിവയാണ്. ഇനിയാണ് ട്വിസ്റ്റ്. ജുപ്പിറ്ററിന്റെ രണ്ടാമത്തെ പ്രോഡക്റ്റ് കാറ്റഗറി റെയിൽ ആൻഡ് മൾട്ടി മോഡൽ മൊബിലിറ്റി ബിസിനസ്. അതായത് വാട്ടർ ടാങ്കറുകളുടെയും കണ്ടെയ്നർ ലോറികളുടെയും മുനിസിപ്പാലിറ്റികളുടെ വിവിധ ആവശ്യങ്ങൾക്കായുള്ള വിവിധ ലോഡ് ബോഡികൾ എന്നിവയുമാണ് പ്രധാനമായും ഈ കാറ്റഗറിയിൽ വരുന്നത്. സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ ഭാഗമായി വിവിധ ശുചീകരണ പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ
ഇത്തരം വാഹനങ്ങളുടെ ഡിമാൻഡുകളും വർദ്ധിക്കും. കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിന് വേണ്ടി എന്തെല്ലാം പ്രോഡക്റ്റുകളാണ് ജുപ്പിറ്ററിനുള്ളതെന്ന് നോക്കാം. ടിപ്പറുകളുടെയും ട്രെയിലറുകളുടെയും വാട്ടർ ടാങ്കറുകളുടെയും ലോഡ് ബോഡികൾ ജുപ്പിറ്റർ മാനുഫാക്ചർ ചെയ്യുന്നു. ഡിഫൻസിന് വേണ്ടിയുള്ള ട്രൂപ്പ് കാരിയറുകൾ, വാട്ടർ ബൗസറുകൾ, ലൈറ്റ് റിക്കവറി വെഹിക്കിളുകളുടെ ലോഡ് ബോഡികൾ എന്നിവയും ഫയർ എഞ്ചിനുകളുടെ ലോഡ് ബോഡികളും ജുപ്പിറ്റർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അടുത്തത് കണ്ടെയ്നറുകളാണ്. ഷിപ്പിൽ കൊണ്ടുപോകാനുള്ള കണ്ടെയ്നറുകൾ. നമ്മൾ നവകർ കോർപ്പറേഷന്റെ വീഡിയോയിൽ പറഞ്ഞ റെഫ്രിജറേറ്റഡ് കണ്ടെയ്നറുകൾ അഥവാ റീഫറുകൾ, ട്രക്ക് മൗണ്ടഡ് കണ്ടെയ്നേഴ്സ്, സ്പെഷ്യൽ പർപ്പസ് കണ്ടെയ്നേഴ്സ് എന്നിവ ജുപ്പിറ്റർ നിർമ്മിച്ചു നൽകുന്നു. ഇവയിലൂടെയും ജുപ്പിറ്റർ ലോജിസ്റ്റിക്സ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി നമുക്ക് ജുപ്പിറ്ററിന്റെ കുറച്ച് പാർട്ട്ണർഷിപ്പുകളെ പറ്റി നോക്കാം. ഫ്രൈറ്റ് വാഗൺസ് ഉണ്ടാക്കുന്നതിൽ ജുപ്പിറ്ററിന്റെ ടെക്നോളജി പാർട്ട്ണർ ടാട്ര വഗോൺക പ്രോപാഡ് എന്ന യൂറോപ്യൻ കമ്പനിയാണ്. 1922 മുതൽ ഫ്രൈറ്റ് വാഗണുകൾ ഉണ്ടാക്കുന്ന കമ്പനിയാണ് ടാട്ര വഗോൺക. ഫ്രൈറ്റ് വാഗണുകളിൽ യൂറോപ്പിലെ 40% മാർക്കറ്റ് ഷെയറും ടാട്ര വഗോൺകയുടെ കയ്യിലാണ്. ജുപ്പിറ്ററിന് ലോജിസ്റ്റിക്സ് സപ്പോർട്ട് നൽകുന്ന കമ്പനിയാണ് ബുഡാമർ ലോജിസ്റ്റിക്സ്. ഇത് ചുമ്മാ പറഞ്ഞു പോവേണ്ട ഒരു പോയിന്റ് അല്ല. ജുപ്പിറ്ററിന്റെ മനോഹാരിത ഈ പോയിന്റിലാണ്. നവകർ കോർപ്പറേഷനെ പോലെ തന്നെ കമ്പനികൾക്ക് ലോജിസ്റ്റിക്സ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു നീക്കമാണ് ബുഡാമർ ലോജിസ്റ്റിക്സിന്റെ ടെക്നിക്കൽ പാർട്ട്ണർഷിപ്പ് വഴി ജുപ്പിറ്റർ ലക്ഷ്യമിടുന്നതെന്നാണ് എന്റെ ഒരു കണക്കുകൂട്ടൽ. കാരണം ബുഡാമർ ലോജിസ്റ്റിക്സ് റെയിൽവേയിലൂടെയും ട്രക്കുകളിലൂടെയും കടൽ മാർഗവുമെല്ലാം ലോജിസ്റ്റിക്സ് കൈകാര്യം ചെയ്യുന്ന വലിയ ഒരു യൂറോപ്യൻ കമ്പനിയാണ്. ട്വിസ്റ്റ് തീർന്നിട്ടില്ല. ജുപ്പിറ്ററിനെ പറ്റി ഒരു യൂട്യൂബ് ചാനലിലും ടെലിഗ്രാം ചാനലിലും പറയാത്ത ഒരു കാര്യം ഞാൻ പറയാം. ജുപ്പിറ്റർ ഇലക്ട്രിക് വാഹന നിർമ്മാണത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് അധികം ആർക്കും അറിയാത്ത ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ട്രെൻഡ് ആയിട്ടുള്ള ഇലക്ട്രിക് ലൈറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് എന്ന കാറ്റഗറിയിൽ പെടുന്ന കൊമേഴ്ഷ്യൽ വാഹനങ്ങളാണ് ജുപ്പിറ്റർ ഉണ്ടാക്കാൻ പദ്ധതിയിടുന്നത്. ജുപ്പിറ്റർ ഇലക്ട്രിക് മൊബിലിറ്റി എന്ന ജുപ്പിറ്ററിന്റെ സബ്സിഡറി കമ്പനിയാണ് കൊമേഴ്ഷ്യൽ വാഹനങ്ങൾ ഉണ്ടാക്കുന്നത്. JEMTEZ എന്ന 2.2 ടൺ കപ്പാസിറ്റി ഉള്ള കൊമേഴ്ഷ്യൽ വാഹനവും EV സ്റ്റാർ CC എന്ന 7 ടണ്ണിന്റെ ഒരു കൊമേഴ്ഷ്യൽ വാഹനവും ജുപ്പിറ്റർ ഇലക്ട്രിക് മൊബിലിറ്റി എന്ന കമ്പനി 2023 ഓട്ടോ എക്സ്പോയിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി. ഡൽഹി, മുംബൈ, പൂനെ, ബാംഗ്ലൂർ എന്നീ സിറ്റികളിലെ ലാസ്റ്റ് മൈൽ ഡെലിവറി, അതായത് ഉദാഹരണം പറഞ്ഞാൽ അമേസോണിൽ നിന്നും നിങ്ങൾക്കുള്ള സാധനങ്ങൾ ഗോഡൌണിൽ നിന്നും നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കുന്ന വാഹനങ്ങൾ. 280 കിലോമീറ്റർ ആണ് ഈ വാഹനങ്ങളുടെ ഒറ്റത്തവണത്തെ റേഞ്ച്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായി താങ്കളെ കോൺടാക്ട് ചെയ്യുന്നതിന്റെ മെച്ചം എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട്. എല്ലാവരും മ്യൂച്വൽ ഫണ്ടുകളെ അനലൈസ് ചെയ്യുന്നത് ആൽഫ റേഷ്യോ, ബീറ്റ റേഷ്യോ, ട്രെയിനർ റേഷ്യോ എന്നിങ്ങനെയുള്ള പലതരം റേഷ്യോകളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, ഇതെല്ലാം ഒരു സ്കീമിന്റെ പാസ്റ്റ് ഡാറ്റയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഡാറ്റകളാണ്. ഫ്യൂച്ചറിലും ആ പെർഫോമൻസ് അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. അഭിമാനത്തോടെ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇതുവരെ കൊടുത്തിട്ടുള്ള ഒരു സ്കീമുകൾ പോലും ഇന്നീ നിമിഷം വരെ നഷ്ടത്തിലായിട്ടില്ല എന്ന് മാത്രമല്ല, 2-3 മാസത്തിനുള്ളിൽ തന്നെ പറഞ്ഞ പ്രോഫിറ്റിന് അടുത്തേക്ക് അവരെ എത്തിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്റെ വീഡിയോകൾ കാണുന്നവരാണ് എന്റെ ഇൻവെസ്റ്റേഴ്സ്. അവരാണ് ഈ വീഡിയോ ആദ്യം കാണുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, അഗ്രസീവ് ആയിട്ടുള്ള ലോങ് ടൈമിലേക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമിനായും പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യുന്നതിനായും വിളിക്കുക. ഇതാണ് എന്റെ കോൺടാക്ട് നമ്പർ. ഇനി മ്യൂച്വൽ ഫണ്ടുകൾ മാത്രമല്ല, ഒരു ടേം ഇൻഷുറൻസ് എടുക്കണമെങ്കിലോ, മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കണമെങ്കിലോ, വാഹന ഇൻഷുറൻസ് എടുക്കണമെങ്കിലോ, ഇൻഷുറൻസ് സംബന്ധമായ നിക്ഷേപങ്ങൾക്കും എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഇനി നമുക്ക് ജുപ്പിറ്ററിന്റെ ചാർട്ടിനെ ഒന്ന് അനലൈസ് ചെയ്യാം. നിലവിൽ 355 രൂപയോളമാണ് ജുപ്പിറ്റർ ട്രേഡ് ചെയ്യുന്നത്. 96 രൂപയിൽ നിന്ന് 400 രൂപയിലേക്ക് പറഞ്ഞതിന് ശേഷം ജുപ്പിറ്റർ വാഗൺസ് ഇപ്പോൾ ഒരു വിശ്രമത്തിലാണ്. വിശ്രമം കഴിഞ്ഞ് ഒരു ഉണർവൊക്കെ ലഭിച്ചാൽ അവൻ ചാടി എണീറ്റ് വീണ്ടും പറക്കാൻ തുടങ്ങും എന്നാണ് എന്റെ ഒരു വിശ്വാസം. അങ്ങനെ സംഭവിച്ചാൽ ജുപ്പിറ്റർ വാഗൺസ് ഒരു മൾട്ടി ബാഗർ ആവുമെന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.